Hi friends, welcome to Guns World Tutorial. ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു സബ്ജക്റ്റാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്, ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, മോഫ്സെറ്റ്, ദെൻ ലോജിക് ലെവൽസ്, ദെൻ മെമ്മറീസ് എക്സെട്ര. ദെൻ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയോഡ് എന്താണെന്നും പിന്നെ അവരുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും പിന്നെ ടൈപ്സ് ഓഫ് ഡയോഡ്സിനെ പരിചയപ്പെടുകയാണ്. ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ്. ഇതിന് 2 ടെർമിനൽസ് ആണ് ഉള്ളത്. 2 ടെർമിനൽസ് ഉണ്ടെങ്കിലും ഇത് വൺ ഡയറക്ഷനിലേക്ക് കറൻറ്റിനെ കണ്ടക്ട് ചെയ്യുകയുള്ളൂ. ഡയോഡ്സിന് ഒരു സ്പെസിഫിക് വോൾട്ടേജ് ലെവലിൽ ഓപ്പറേറ്റഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ വൺ ഡയറക്ഷനിൽ നമുക്ക് കറൻറ്റിനെ കണ്ടക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഡയോഡ്സിൻ്റെ റെസിസ്റ്റൻസ് മാറ്റർ പറയുകയാണെങ്കിൽ ഡയോഡ്സിന് ഒരിക്കലും ഇൻഫൈനൈറ്റോ സീറോ റെസിസ്റ്റൻസോ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമ്മളുടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ വൺ ഡയറക്ഷനിൽ ഒരു നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം. ദെൻ നമ്മുടെ കറണ്ട് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് റിവേഴ്സ് ഡയറക്ഷനിൽ കൊടുത്താലും മതിയാകും. ഡയോഡ്സിന് മെയിൻലി 2 ടൈപ്സ് ബയാസിംഗ് ഉള്ളത്, ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് ബയാസിംഗ് എന്താണെന്ന് നോക്കാം. ഒരു ഡയോഡിന് ത്രഷോൾഡ് വോൾട്ടേജ് പ്രസൻ്റ് ആണെങ്കിൽ അത് ഫോർവേഡ് ഡയറക്ഷനിൽ കറൻറ്റിനെ കണ്ടക്ട് ചെയ്യും. ഈ ഫോർവേഡ് ഡയറക്ഷനിൽ കണ്ടക്ട് ചെയ്യുന്നതിനാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഈ ടൈമിൽ ഫോർവേഡ് ഡയറക്ഷനിൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഒരു ഡയോഡിനെ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളുടെ ഹൈ റെസിസ്റ്റൻസിലേക്കാണ് നമ്മളുടെ ഡയോഡിനെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിവേഴ്സ് ബയാസിംഗ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിങ്ങിലാണെങ്കിൽ സെർട്ടൻ ലിമിറ്റ് ഓഫ് വോൾട്ടേജ് വരെ അത് കറൻറ്റിനെ കണ്ടക്ട് ചെയ്യില്ല. ഈ ഒരു ലിമിറ്റ് എക്സീഡഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വോൾട്ടേജ് ബാരിയർ അവിടെ ബ്രേക്ക് ചെയ്യും. ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന വോൾട്ടേജിനാണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത വോൾട്ടേജിനേക്കാൾ ഹയർ വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദെൻ നമ്മൾക്ക് റിവേഴ്സ് ഡയറക്ഷനിൽ കറൻറ്റിനെ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ആ ഡയോഡിൽ. PN ജംഗ്ഷൻ ഡയോഡ്. ഒരു സെമി കണ്ടക്ടറിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PN ജംഗ്ഷൻ ആണ്. ദെൻ ഒരു ഐഡിയൽ കണ്ടീഷനിൽ നമ്മളൊരു ഫോർവേഡ് ബയാസിംഗ് ആണ് PN ജംഗ്ഷനിൽ കൊടുക്കുന്നതെങ്കിൽ അതൊരു ഷോർട്ട് സർക്യൂട്ടായിട്ടും ദെൻ ഒരു റിവേഴ്സ് ബയാസിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ടും ആ PN ജംഗ്ഷൻ ബിഹേവ് ചെയ്യുന്നതാണ്. ഡയോഡ് സിംബൽ. ഈ ഒരു സിമ്പിളാണ് നമ്മൾ ഡയോഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറ്. ഡയോഡ്സിന് മെയിൻലി 2 ടെർമിനലാണുള്ളത്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ആനോഡ് എന്നും ദെൻ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കാഥോഡ് എന്നും പറയും. വർക്കിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയോഡ്. ഒരു ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് പി ടൈപ്പിൻ്റെയും എൻ ടൈപ്പിൻ്റെയും ഇൻട്രാക്ഷൻസ്, സെമിക്കണ്ടക്ടറിൻ്റെ ഇൻട്രാക്ഷൻസിൻ്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഒരു പി ടൈപ്പിൽ മെജോറിറ്റി കാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോൾസ് ആണ്. ദെൻ എൻ ടൈപ്പിലാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് അതിലുള്ള മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് അൺബയസ്ഡ് ഡയോഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അൺബയസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുക്കാത്തൊരു കണ്ടീഷൻ. ഇവിടെ നമ്മുടെ മെജോറിറ്റി കാരിയേഴ്സിൻ്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണം ഒരു ഡിഫ്യൂഷനാണ് സംഭവിക്കുന്നത്. ദാറ്റ്സ് മീൻസ് പി ടൈപ്പിലുള്ള ഹോൾസും എൻ ടൈപ്പിലുള്ള ഇലക്ട്രോൺസും തമ്മിലൊരു ഡിഫ്യൂഷൻ നടക്കും. ദെൻ ഇങ്ങനെയുള്ള ഡിഫ്യൂഷൻ നടന്നിട്ട് എൻ ടൈപ്പിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പി ടൈപ്പിലുള്ള ഹോൾസായിട്ട് റീകമ്പൈൻ ചെയ്യും. ദെൻ ഒരു അൺകവേർഡ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് അയോൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് വൈസ് പി ടൈപ്പിൽ നിന്ന് ഹോൾസ് എൻ ടൈപ്പിലേക്ക് വന്നിട്ട് അവിടെ ഒരു പോസിറ്റീവ് അയോൺസും ക്രിയേറ്റ് ചെയ്യും. ദെൻ ഈ നെഗറ്റീവും പോസിറ്റീവ് അയോൺസുള്ള റീജിയനിൽ ഒരു ചാർജ് കാരിയേഴ്സും എക്സിസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് അവിടെയുള്ളതെല്ലാം റീകമ്പൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ദെൻ ഈ ഒരു റീജിയനാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്, അഥവാ ഡിപ്ലീഷൻ റീജിയൻ. ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രസൻസ് കാരണം ഒരു പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചാർജ് കാരിയേഴ്സിൻ്റെ ഫർദർ ഡിഫ്യൂഷൻസ് അവിടെ പ്രിവെൻ്റ് ആവും. സോ ഇത്രയാണ് നമ്മളുടെ ഒരു ബേസിക് PN ജംഗ്ഷൻ്റെ വർക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ. ഇനി നമുക്കൊരു ഫോർവേഡ് ബയാസിങ്ങിൽ PN ജംഗ്ഷൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പവർ സപ്ലൈൻ്റെ പോസിറ്റീവ് ടെർമിനൽ പി ടൈപ്പ് റീജിയനിലേക്കും നെഗറ്റീവ് ടെർമിനൽ എൻ ടൈപ്പ് റീജിയനിലേക്കും കണക്ട് ചെയ്യുകയാണ് വേണ്ടത്.
ഫോർവേഡ് ബയാസിങ്ങിൽ നമ്മൾ പവർ സപ്ലൈ ചെയ്യൽ 0 വോൾട്ടേജിൽ നിന്നാണ്. ദെൻ അത് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളുടെ ഫോർവേഡ് പൊട്ടൻഷ്യൽ ബാരിയർ പൊട്ടൻഷ്യലിൽ നിന്ന് എക്സീഡ് ആകുമ്പോഴാണ് അവിടെ ഒരു ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഡയോഡ് ഒരു ഷോർട്ട് സർക്യൂട്ട് പാത്തായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റിവേഴ്സ് ബയാസിങ് നോക്കാം. റിവേഴ്സ് ബയാസിങ്ങിൽ പി ടൈപ്പ് റീജിയനെ പവർ സപ്ലൈൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കും എൻ ടൈപ്പ് റീജിയനെ പവർ സപ്ലൈൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യുക. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ എൻ ടൈപ്പ് റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് പവർ സോഴ്സിൻ്റെ പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുകയും അതുപോലെ തന്നെ പി ടൈപ്പ് റീജിയനിലുള്ള ഹോൾസ് നെഗറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജംഗ്ഷൻ്റെ എൻ ടൈപ്പ് റീജിയനിൽ കൂടുതൽ പോസിറ്റീവ് അയോൺസും ജംഗ്ഷൻ്റെ പി ടൈപ്പ് റീജിയനിൽ കൂടുതൽ നെഗറ്റീവ് അയോൺസും ഫോം ചെയ്യുന്നു. ഈ ഒരു ഫിനോമിന കാരണം തന്നെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ വൈഡർ ആവുന്നു. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ മെജോറിറ്റി കാരിയേഴ്സിന് ജംഗ്ഷൻസിനെ ക്രോസ് ചെയ്യാൻ കഴിയില്ല. പകരം അവർ ജംഗ്ഷനിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയാസിങ്ങിൽ ഫ്ലോ ഓഫ് കറണ്ട് ഉണ്ടാവില്ല. റിവേഴ്സ് ബയാസിങ്ങിൽ മെജോറിറ്റി കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്യുന്നില്ലെങ്കിലും അതിലുള്ള പി ടൈപ്പിലും എൻ ടൈപ്പിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ഡിപ്ലീഷൻ റീജിയൻ ക്രോസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് ക്രോസിങ് ആ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്നും നെഗറ്റീവ് സൈഡിലേക്ക് ഒരു ചെറിയൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഈ സ്മോൾ ആംപ്ലിറ്റ്യൂഡുള്ള കറണ്ടിനെയാണ് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഡയോഡ്സ് മെയിൻലി നമുക്ക് 10 ടൈപ്പ് ഡയോഡ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെന ഡയോഡ്, പി എൻ ജംഗ്ഷൻ ഡയോഡ്, ടണൽ ഡയോഡ്, വരാക്ടർ ഡയോഡ്, ഷോട്ട്കി ഡയോഡ്, ഫോട്ടോ ഡയോഡ്, പിൻ ഡയോഡ്, ലേസർ ഡയോഡ്, അവലാഞ്ചി ഡയോഡ്, ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. സെന ഡയോഡ് ബേസിക്കലി ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ്. ദെൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യൽ റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിലാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ സെമിക്കണ്ടക്ടറിൻ്റെ ഒരു സൈഡ് ഡോണർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടും മറ്റൊരു സൈഡ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടും ഡ്രോപ്പ് ചെയ്തിട്ടിരിക്കും. ടണൽ ഡയോഡ്, ഈ ടൈപ്പ് ഡയോഡിന് ഒരു നെഗറ്റീവ് എഫക്റ്റീവിലായിട്ടുള്ള നെഗറ്റീവ് റെസിസ്റ്റൻസ് ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്റ്റ്. വരാക്ടർ ഡയോഡ് ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഇലക്ട്രിക്കലി വാരി ചെയ്യാൻ കഴിയും. ഷോട്ട്കി ഡയോഡ്, ഈ ടൈപ്പ് ഡയോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റൽ ജംഗ്ഷനാണ് ഇതിനുള്ളത്. ഷോട്ട്കി ഡയോഡ്സിനെ ഷോട്ട്കി ബാരിയർ ഡയോഡെന്നും ഹോട്ട് കാരിയർ ഡയോഡെന്നും റെഫർ ചെയ്യാറുണ്ട്. ഫോട്ടോ ഡയോഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിൽ ഈ ഡയോഡിൽ എത്രമാത്രം ലൈറ്റ് ഇൻറ്റൻസിറ്റി ഫാൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ബേസിക്കിലാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. പിൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫോട്ടോ ഡിറ്റക്ടറാണ്. അത് എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഓപ്റ്റിക്കൽ സിഗ്നൽസിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസായിട്ട് കൺവേർട്ട് ചെയ്യും. ലേസർ ഡയോഡ് ഇതൊരു സെമി കണ്ടക്ടർ ലേസറാണ്. ഇതിന് ഹൈലി ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ലൈറ്റിനെ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവലാഞ്ചി ഡയോഡ് ഒരു സ്പെസിഫൈഡ് റിവേഴ്സ് ബയാസ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗണിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഡയോഡാണ് അവലാഞ്ചി ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അഥവാ LED ഒരു ഫോർവേഡ് ബയാസ് സ്റ്റേറ്റിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ് LED. So friends, that's all about in this video. Types of diodes-നെ കുറിച്ചുള്ള എക്സ്പ്ലെയിൻഡ് വീഡിയോ മറ്റൊന്ന് ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.